എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്, ഷവായി ചിക്കൻ. വളരെ യൂണീക്കായിട്ടുള്ളൊരു ടേസ്റ്റാണിത്. സാധാരണയായിട്ട് നമ്മൾ അരപ്പൊക്കെ വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. ഇത് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പൊക്കെ വഴറ്റുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഷവായി ചിക്കൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. മുളക് നമുക്ക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം ഒരു 15 മിനിറ്റ്, എങ്കിലേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുകയുള്ളൂ. എരി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കാശ്മീരിയും എരിയുള്ളതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിലേക്ക് നമ്മൾ തക്കാളി, അതുപോലെ തന്നെ ചുവന്നുള്ളി, അതല്ലെങ്കിൽ സവാള ഇടാം, വെളുത്തുള്ളി, ഗരം മസാല, മല്ലിപ്പൊടി. ഇതൊക്കെ ഫ്രഷായിട്ട് പൊടിച്ച പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. വാങ്ങുന്ന പൊടിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. മഞ്ഞൾ, പിന്നെ ഉപ്പ്. അപ്പം ഈ അരപ്പ് നമ്മൾ ആദ്യമേ ഒന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അതിനകത്ത് ഈ നാരങ്ങ നീരുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പം ചിക്കൻ കുറച്ച് ടെൻഡറായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനി ഇത് നമുക്കിനിയും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതും ഈ പ്രഷർ കുക്കറിനകത്ത് തന്നെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ പല പാത്രം കഴുകണ്ടല്ലോ. ഇതുപോലെ എളുപ്പമുള്ളൊരു ചിക്കൻ റെസിപ്പി ഈ അടുത്തിടയ്ക്കെങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ സൂപ്പർ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഉള്ളി അരിഞ്ഞ് വഴറ്റാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ നല്ലതാണ്. അപ്പോഴത്തേനും ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ബ്ലെൻഡർ ഒന്ന് കഴുകി ഒരല്പം വെള്ളം കൂടെ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ചിക്കനകത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു 2 വിസിൽ വന്നാൽ മതിയാവും. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്, അത് മതി. ഇനി അതിൻ്റെ പ്രഷർ, അതിൻ്റെ ഗ്യാസ് ഒന്ന് റിലീസ് ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തുറന്നിട്ടുണ്ട്, നന്നായിട്ട് അത് മസാല എല്ലാം കൂടെ വെന്ത് ചിക്കനകത്ത് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു പദ്ധതിയും കൂടെ നമുക്ക് ബാക്കിയുള്ളത്. ഇനി ഇതാണ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഷവായി ചിക്കൻ റെഡിയാവും. ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, അതുകൊണ്ടുകൂടെയാണ് ഞാനത് കാണിക്കുന്നത്. എപ്പോഴും ഒരേപോലെ വെക്കാതെ നമുക്ക് പലതരത്തിൽ ചിക്കൻ കറി വെച്ച് കൊടുത്താൽ കഴിക്കുന്നവർക്കും ഒരു സന്തോഷമാവുമല്ലോ. അപ്പോൾ ചാറൊക്കെ നോക്കിയേ കണ്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കാഞ്ഞുകൊണ്ട് നല്ല കൊഴുത്തായിട്ടാണ് ചാറൊക്കെ ഇപ്പോൾ തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് അടുത്ത പരിപാടിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷവായി ചിക്കൻ റെഡിയായി. അപ്പം തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ അതിൻ്റെ അടിയിൽ പിടിക്കും. ആ പാത്രം ഒന്ന് ചൂടായി വരുന്ന ഉടനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിക്കാം, വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നുടനെ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വളരെ ശ്രദ്ധിച്ച് അതിനകത്തേക്ക് ഒഴിക്കാം, തെറിക്കരുത്. അപ്പോൾ ഇനിയും ഈ എണ്ണയ്ക്കകത്ത് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മയങ്ങി വന്നാൽ മതി. അതുപോലെ തന്നെ ഇനിയും ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ചാറ് പറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. കാരണം ഓൾറെഡി 2 വിസിൽ വന്നതല്ലേ. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിക്കൻ എല്ലാം പൊടിഞ്ഞു പോകും. തിക്കായിട്ടിങ്ങനെ അതിൽ കഷ്ണത്തിലിങ്ങനെ ചാറ് പറ്റിയിരിക്കണമെങ്കിൽ നമ്മളത് തീ കൂട്ടി വെച്ച് ചാറ് പറ്റിച്ചെടുത്താൽ മതി. ഇനി അതല്ല നമുക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് ലൂസായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിന് കടുവൊന്നും വറക്കണ്ട. ഗാർണിഷ് ചെയ്യാനായിട്ട് പുതിനയിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഇനി അത് രണ്ടും കൂടെ അരിഞ്ഞോ ഇട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കറക്ഷൻസും ഒക്കെ ആ കമൻറ്റ്സ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഈ ചാനൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ലതാണ്, പൂരി, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.